നമസ്കാരം. ഇത് ആയൂരിലെ ഒരു പതിവ് കാഴ്ചയാണ് ഇപ്പോൾ. കാരണം ഇവിടുത്തെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത് 4 കവലകൾ ചേരുന്ന ഒരു റോഡിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനത്തോടു കൂടി പ്രവർത്തിക്കുന്ന സിഗ്നൽ ലൈറ്റുകളുണ്ട്. പലപ്പോഴും ആയൂരിലെ സിഗ്നൽ ലൈറ്റുകൾ കത്താറില്ല എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ നടപടിക്രമം, അതായത് ഇതിൻ്റെ മെയിൻ്റനൻസ് പണികൾ കൃത്യസമയത്ത് ചെയ്യാത്തത് കൊണ്ട് ഇത് പലപ്പോഴും കത്താറില്ല. നമ്മൾ ചടയമംഗലത്ത് നിന്നും, അതായത് കൊട്ടാരക്കരയ്ക്ക് വരുന്ന വഴിയിൽ ഒരു ഭാഗത്ത് സിഗ്നൽ ലൈറ്റ് പൂർണ്ണമായും അണഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് എപ്പോഴും ട്രാഫിക് ഡ്യൂട്ടിയിൽ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉള്ളത്. പക്ഷേ ട്രാഫിക് ബ്ലോക്ക് കൂടുമ്പോഴൊക്കെ കൂടുതൽ ഉദ്യോഗസ്ഥർ വന്ന് ഇവിടുത്തെ ട്രാഫിക് നിയന്ത്രിക്കുന്നത് ഇത് ദിവസേന ഇവിടുത്തെ ഒരു പതിവ് കാഴ്ച തന്നെയാണ്. പക്ഷേ സിഗ്നൽ ലൈറ്റുകൾ കൃത്യമായി പ്രവർത്തിച്ചാൽ ഈ ട്രാഫിക് സംവിധാനം സിഗ്നൽ ലൈറ്റിൻ്റെ സഹായത്തോടെ തന്നെ പോകും എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ടൗണുകളിലും സിഗ്നൽ സംവിധാനം വഴിയാണ് ട്രാഫിക് ബ്ലോക്കുകൾ പരിഹരിച്ചു പോകുന്നത് അല്ലെങ്കിൽ വാഹനങ്ങൾ നിയന്ത്രിച്ചു പോകുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്ന കാഴ്ച തന്നെയാണ്. ആയൂരിൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ സിഗ്നൽ ലൈറ്റുകൾ കറക്റ്റ് ചെയ്യുവാനായിട്ടുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് തന്നെയാണ് വലിയ ഇവിടുത്തെ പോരായ്മ. സിഗ്നൽ ലൈറ്റുകൾ പലപ്പോഴും തെളിയാത്തതാണ് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, വാഹനങ്ങളുടെ അമിതമായ തിരക്ക്. വാഹനങ്ങൾ ഒരു വീട്ടിൽ തന്നെ 3 പേരുണ്ടെങ്കിൽ 3 പേർക്കും വാഹനമുണ്ട്. ഈ 3 പേരും ഈ 3 വാഹനങ്ങൾ കൊണ്ട് തന്നെയാണ് റോഡിലിറങ്ങുന്നത്. അപ്പോൾ വാഹനങ്ങളുടെ ക്രമാതീതമായിട്ടുള്ള വർധനവും അതുപോലെ തന്നെ നമ്മുടെ പരിഹരിക്കപ്പെടേണ്ടുന്ന പല സംവിധാനങ്ങളും പരിഹരിക്കപ്പെടാതെ പോകുന്നതിൻ്റെ പോരായ്മകളുമാണ് ഇപ്പോൾ ഈ ട്രാഫിക് ബ്ലോക്കുകൾക്കൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ആയൂർ ടൗണിൽ പോലീസിൻ്റെ 2 വാഹനങ്ങളാണ് കിടക്കുന്നത്. ഹൈവേ പോലീസും അല്ലാത്ത മറ്റൊരു വാഹനവുമുണ്ട്. ഏകദേശം 5ഓളം പോലീസുകാരുടെ ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദിവസേന ഇതുപോലെയുള്ള പണിയാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഈ സമയങ്ങളിൽ ഒക്കെ, അല്ലെങ്കിൽ ശനി ഞായർ തുടങ്ങിയ ദിവസങ്ങളിൽ ഗുരുതരമായ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള വാഹന ഗതാഗത തടസ്സം ഉണ്ടാകാറുണ്ട്. പക്ഷേ അപ്പോഴും ഈ 2 വാഹനങ്ങൾ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു വലിയ ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാത്തത് ഏറ്റവും വലിയൊരു പോരായ്മയാണ്. ഈ പോരായ്മ പരിഹരിക്കുവാൻ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും മാത്രമേ കഴിയുകയുള്ളൂ. ഈ സിഗ്നൽ ലൈറ്റുകളുടെയൊക്കെ മെയിൻ്റനൻസ് പണികൾ കൃത്യസമയത്ത് ചെയ്യണം. അങ്ങനെ കൃത്യസമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ വലിയ ഗതാഗത കുരുക്ക് കൊണ്ട് മനുഷ്യർ വലഞ്ഞു പോകുന്നത് എന്നുള്ള ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. നമ്മളെപ്പോഴും വീഡിയോയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആയൂരിൽ 11 മണി മുതൽ അല്ലെങ്കിൽ 12 മണി മുതൽ വൈകിട്ട് മുതൽ കുരുക്ക്, കടുത്ത ഗതാഗത കുരുക്ക്, അതുകൊണ്ട് ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴും നമ്മളിതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ കാര്യം. ആയൂരിലെ സിഗ്നൽ ലൈറ്റുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. അത് നിരുത്തരവാദപരമായ ഇടപെടലുകളാണ്. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ, അതായത് ഇത് മെയിൻ്റനൻസ് നടപടിക്രമങ്ങൾ കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് ഈ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാത്തത്. ആ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും വാഹന ഗതാഗത നിയന്ത്രണമില്ലാതെ വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ അകപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 വണ്ടി പോലീസിൻ്റെ 2 വാഹനങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 6ഓളം ഉദ്യോഗസ്ഥർ ഈ റോഡിൽ തന്നെയുണ്ട്. പക്ഷേ ഇവിടെ വലിയ ക്രമാതീതമായ വാഹനങ്ങൾ വന്ന് നിറയുകയാണ്. ഒരു തരത്തിലും ഇത് നിയന്ത്രിച്ച് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് രാവിലെ ഈ സിഗ്നൽ ലൈറ്റുകൾ തെളിയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ സിഗ്നൽ ലൈറ്റുകൾ തെളിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിഗ്നൽ ലൈറ്റുകൾ തെളിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ തനിയെ നിയന്ത്രണം ഏർപ്പെടുത്തി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ഈ 4 റോഡുകൾ വന്നു ചേരുന്ന ഈ ഭാഗത്ത് വളരെയധികം ഗുരുതരമായ ഗതാഗത കുരുക്കുണ്ടാകുന്നു എന്നുള്ളത് ഒരു സംഭവിക്കുന്ന യാഥാർത്ഥ്യമായ സത്യം തന്നെയാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ സിഗ്നൽ ലൈറ്റുകൾ തെളിയുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് ഏറ്റവും വലിയൊരു പോരായ്മയാണ്. ആ പോരായ്മ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ മറ്റൊന്നും ഗതാഗത കുരുക്കെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഈ പോരായ്മയാണ് ആദ്യമായി പരിഹരിക്കേണ്ടത്. ഓരോ കാര്യങ്ങളും നമ്മൾ പലരും ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴും പക്ഷെ നമ്മളെ കുറ്റപ്പെടുന്ന ഒരു സമീപനമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതാണ് ഇതിൻ്റെ നഗ്നമായ സത്യം. ആയൂരിൽ സിഗ്നൽ ലൈറ്റുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ആ പ്രവർത്തിക്കാത്തതിന് ജനപ്രതിനിധികളടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് പണികൾ അടിയന്തരമായി ചെയ്യുവാനുള്ള ഇടപെടലുകൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ
ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകാത്തതുകൊണ്ട് ഫലമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ വലിയ ഒരു ഗതാഗതക്കുരുക്ക് ആയൂരിൽ വന്നു ചേരുന്നത് എന്നുള്ളത് കാണാതെ പോകരുത് എന്നുള്ളത് ആണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ ശനി ഞായർ ദിവസങ്ങളിൽ വലിയ തിരക്കാണ്. പിന്നെ വൈകുന്നേര സമയങ്ങളിൽ ശനി ഞായറൊക്കെ വലിയ തിരക്കാണ്. അതുപോലെ തിങ്കളാഴ്ച ദിവസം പിന്നെ ജോലി കഴിഞ്ഞ ആൾക്കാരൊക്കെ വരുന്ന സമയമാണ് ശനി ദിവസം. അപ്പോൾ ആ ദിവസത്തിൽ സ്വാഭാവികമായും എല്ലാ പട്ടണങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള വലിയൊരു ഗതാഗത തിരക്ക് അനുഭവപ്പെടാറുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണാതെ പോകരുത്. ആയൂരിൽ മാത്രമല്ല ഇത്തരത്തിലൊരു ഗതാഗതക്കുരുക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ഗതാഗതക്കുരുക്കുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് നമ്മളിപ്പോൾ ആയൂരിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ വലിയൊരു ഇടപെടലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ല. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ ചില സംവിധാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെടാത്തതിൻ്റെ ദോഷഫലങ്ങളാണ് ഇത്തരത്തിൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് ദോഷകരമായ രീതിയിലുള്ള ഒരു സാഹചര്യം സമൂഹത്തിൽ വന്നു ചേരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഈ സിഗ്നൽ ലൈറ്റുകൾ ശരിയാക്കുന്നതിന് വേണ്ടി അധികാരികളുടെ ഭാഗത്തുനിന്നും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാക്കി ഇത് അവതരിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ സമയോചിതമായി അവതരിപ്പിച്ച് ഈ സിഗ്നൽ ലൈറ്റുകൾ തെളിയിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഗതാഗതക്കുരുക്കുകളൊക്കെ മാറും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിൻ്റെ 2 വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഗതാഗതം നിയന്ത്രിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാനും കഴിയും എന്നുള്ളതാണ്. ഇതിൽ പ്രത്യേകിച്ച് പോലീസിനെ സംബന്ധിച്ച് പോലീസിന് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ഗതാഗത കുരുക്ക് വരുമ്പോൾ വാഹനങ്ങളെ നിയന്ത്രിച്ച് വിടുക എന്നത് മാത്രമേ ഇവിടെ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത് ഗതാഗത കുരുക്ക് വരുമ്പോൾ വാഹനങ്ങൾ നിയന്ത്രിച്ച് വിടുക എന്നുള്ളൊരു ഉത്തരവാദിത്തം പോലീസിന് നിർവഹിക്കാൻ കഴിയുമ്പോഴും ഏറ്റവും പ്രധാനമായി നിർവഹിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം ജനപ്രതിനിധികളടക്കം നിർവഹിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് ഇവിടെ ഈ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ബോധം കൂടി നമുക്കുണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഈ ലൈറ്റുകൾ ഇപ്പോൾ തെളിയുന്നില്ല. പലപ്പോഴും ഇതാണ് ഇതിൻ്റെ സ്ഥിതി. ചില സമയങ്ങളിൽ ഗതാഗതക്കുരുക്ക് അമിതമായി വരുമ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ ഇടപെട്ടുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവരാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ വലിയ ഒരു നിര തന്നെയാണ് നമുക്ക് വലിയ ഒരു ഗതാഗത കുരുക്ക് നമുക്ക് ആയൂരിൽ കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഗതാഗത കുരുക്കുകളുടെ പതിവാണ് സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ കശുവണ്ടി ഫാക്ടറിക്ക് സമീപത്തൊക്കെ പോലീസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഗതാഗത കുരുക്ക് പരിഹരിച്ചുകൊണ്ടാണ് പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മൾ കൊളഞ്ഞിയിൽ ഭാഗം കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന ഭാഗത്തൊക്കെ ഏകദേശം അങ്ങ് കൊളഞ്ഞിയിൽ ഭാഗം വരെയൊക്കെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാറുണ്ട്. അതിപ്പോൾ മാത്രമല്ല, സ്വാഭാവികമായിട്ടും കുറച്ച് നാളുകൾക്ക് മുന്നേയൊക്കെ ഇത്തരത്തിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കാത്തത് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. മാത്രമല്ല വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതും കാണാതെ പോകരുത്. സിഗ്നൽ ലൈറ്റ് ഇല്ലാത്തത് കാരണം വാഹനങ്ങൾ അവർ തന്നെ നിയന്ത്രിച്ച് പോകുമ്പോൾ 2 വീലറുകൾ ഉൾപ്പെടെ മറ്റ് വാഹനങ്ങളിൽ തട്ടി ടൗണിൽ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ മാറണമെങ്കിൽ വീണ്ടും പറയാനുള്ള ഇതാണ്, ബന്ധപ്പെട്ട ഭരണാധികാരികൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ഇടപെട്ടുകൊണ്ട് ഈ സിഗ്നൽ സംവിധാനം മെയിൻ്റനൻസ് ചെയ്ത് ഇത് കത്തിച്ചു വെക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുവാനുള്ള ഇടപെടലുകളാണ് ഉണ്ടാകേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത്.